പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലുള്ളവർക്ക് നമ്മൾ ഈ തെരുവ് നായ്ക്കളെ ഈ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, ശല്യമായിരുന്നു, പേടിയായിരുന്നു. പക്ഷേ ആ ഒരു ധാരണ കഴിഞ്ഞ ദിവസം കൊണ്ടങ്ങ് മാറുകയാണ്. കാരണം എന്താണെന്നറിയാവോ? കൊടും തണുപ്പിൽ അമ്മ ഉപേക്ഷിച്ചു പോയ പിഞ്ചു കുഞ്ഞിന് രാത്രി മുഴുവൻ ഈ തെരുവ് നായ്ക്കൾ കാവൽ നിന്നത് അവർ നേരിട്ട് കണ്ടതാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം ദിനം പ്രതി നമ്മൾ ഓരോ വാർത്തകളിൽ കൂടെ കേൾക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കാതെ പുറത്തിറങ്ങാൻ സാധിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ നവദ്വീപ് എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ റെയിൽവേ കോളനിയുടെ ശുചിമുറിയുടെ പരിസരത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ തന്നെ ഉപേക്ഷിച്ചു കടന്നു കളയുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന് ആ ഒരു രാത്രി മുഴുവൻ ഈ തെരുവ് നായ്ക്കൾ ഒരു സുരക്ഷാ വലയം ഒരുക്കി കൂട്ടിരുന്നു. ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ശരിക്കും നടന്ന ഒരു കാര്യം തന്നെയാണ്. രാധ എന്നൊരു സ്ത്രീ രാവിലെ ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ചുറ്റുമുള്ള ആളുകളൊക്കെ അവർ വിളിച്ചു കൂട്ടുന്നു, പോലീസ് എത്തുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ശരിക്കും ആ ഒരു തെരുവ് നായ്ക്കൾ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിക്കാതിരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞവരുടെ ആ ഒരു ക്രൂരത എന്തായാലും ആ നായ്ക്കൾ ആ കുഞ്ഞിനോട് കാണിച്ചില്ല. നായ്ക്കൾ ഉണ്ടായത് കൊണ്ടാണ് ആ കുഞ്ഞിന് മറ്റുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാതെ ആ കുഞ്ഞ് ആ ഒരു നേരം പുലരുന്നവരെ സുരക്ഷിതമായിട്ട് ഇരുന്നത്. എന്തായാലും കുഞ്ഞ് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, ചികിത്സയിലാണ്, ആശുപത്രിയിലാണ്. എന്തായാലും ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ആരാണ് എന്നൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്.